എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം. ഓപ്ഷൻ എ 1920, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1921, ഓപ്ഷൻ ഡി 1918. ആൻസർ ഓപ്ഷൻ എ ആണ് 1920. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റായി ഗാന്ധിജി തിരഞ്ഞെടുക്കപ്പെട്ടത് 1920. അടുത്ത ക്വസ്റ്റ്യൻ, ബർദോലി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിനു സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയതാര്? ബർദോലി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയതാര്? ഓപ്ഷൻ എ ഗാന്ധിജി, ഓപ്ഷൻ ബി നെഹ്റു, ഓപ്ഷൻ സി ടാഗോർ, ഓപ്ഷൻ ഡി സരോജിനി നായിഡു. ആൻസർ ഓപ്ഷൻ എ ഗാന്ധിജി. ബർദോലി സത്യാഗ്രഹത്തെ തുടർന്ന് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന സ്ഥാപിച്ചതാര്? യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ ശ്യാംജി കൃഷ്ണവർമ്മ, ഓപ്ഷൻ ബി സയ്യിദ് അഹമ്മദ് ഖാൻ, ഓപ്ഷൻ സി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഓപ്ഷൻ ഡി മുഹമ്മദ് ഇക്ബാൽ. ആൻസർ ഓപ്ഷൻ ബി സയ്യിദ് അഹമ്മദ് ഖാൻ. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സയ്യിദ് അഹമ്മദ് ഖാന്റെയാണ്. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓപ്ഷൻ എ വിൻസ്റ്റൺ ചർച്ചിൽ, ഓപ്ഷൻ ബി ക്ലെമന്റ് ആറ്റ്ലി, ഓപ്ഷൻ സി റാംസെ മക്ഡൊണാൾഡ്, ഓപ്ഷൻ ഡി സ്റ്റാൻലി ബാഡ്വിൻ. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ആൻസർ ഓപ്ഷൻ സി റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് റാംസെ മക്ഡൊണാൾഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. എ 1857 വിപ്ലവം, ബി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, സി 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഡി 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് ഏത് സമരത്തിൻ്റെ കാലയളവിലാണ്? ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് ഏത് സമരത്തിൻ്റെ കാലയളവിലാണ്? ഓപ്ഷൻ എ നിസ്സഹകരണ സമരം, ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ സി സ്വദേശി സമരം, ഓപ്ഷൻ ഡി സിവിൽ നിയമ ലംഘന സമരം. ആൻസർ ഓപ്ഷൻ സി സ്വദേശി സമരം. ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സമരകാലത്താണ്. ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സമരകാലത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. 1 ഹൈദരാബാദ്, 2 കാശ്മീർ, 3 ജുനഗഡ്, 4 മണിപ്പൂർ. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 1ഉം 2ഉം, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 1, 3, 4. ആൻസർ ഓപ്ഷൻ സി 1, 2, 3. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ലോഹത്തിൻ്റെ അയിരാണ് പെറ്റാലൈറ്റ്? ഏത് ലോഹത്തിൻ്റെ അയിരാണ് പെറ്റാലൈറ്റ്? ഓപ്ഷൻ എ ലിഥിയം, ഓപ്ഷൻ ബി വനേഡിയം, ഓപ്ഷൻ സി ക്രോമിയം, ഓപ്ഷൻ ഡി ടിന്ന്. ആൻസർ ഓപ്ഷൻ എ ലിഥിയം. ലിഥിയത്തിൻ്റെ അയിരാണ് പെറ്റാലൈറ്റ്. ലിഥിയത്തിൻ്റെ അയിരാണ് പെറ്റാലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? ഓപ്ഷൻ എ 10⁻3, ഓപ്ഷൻ ബി 10⁻2, ഓപ്ഷൻ സി 10⁻8, ഓപ്ഷൻ ഡി 10⁻5. ആൻസർ ഓപ്ഷൻ ഡി 10⁻5. ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ 10⁻5 മടങ്ങാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏത്?
ഓപ്ഷൻ എ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ഓപ്ഷൻ ബി വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം നൈട്രജൻ ആണ്. ഓപ്ഷൻ സി ജലത്തിന് ഏറ്റവും സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില 1000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ ഡി പ്രാണികൾക്ക് ജലത്തിന് മുകളിലൂടെ നടക്കാൻ കഴിയുന്നത് ജലത്തിന്റെ ഘർഷണബലത്തിന്റെ ഫലമായിട്ടാണ്. ആൻസർ ഓപ്ഷൻ എ ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തന്നിരിക്കുന്നത് എ മാത്രമാണ് ശരിയായ പ്രസ്താവന. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി കരൾ, ഓപ്ഷൻ ഡി മൂത്രാശയം. ആൻസർ ഓപ്ഷൻ സി കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കുന്ന അവയവം കരളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ്. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡ്. ഓപ്ഷൻ എ സ്റ്റിയറിക് ആസിഡ്, ഓപ്ഷൻ ബി ഒലീയിക് ആസിഡ്, ഓപ്ഷൻ സി പാമറ്റിക് ആസിഡ്, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാറ്റി ആസിഡുകളാണ് സ്റ്റിയറിക് ആസിഡ്, ഒലീയിക് ആസിഡ്, പാമറ്റിക് ആസിഡ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം എത്ര? ഭൂമിയിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം എത്ര? ഓപ്ഷൻ എ 2.38 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 12.4 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി 21.1 കിലോമീറ്റർ പെർ സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ സി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഭൂമിയിൽ നിന്നുള്ള ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിന്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം. പ്രകാശത്തിന്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസം. ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഓപ്ഷൻ ബി ഡിസ്പേർഷൻ, ഓപ്ഷൻ സി സ്കാറ്ററിംഗ്, ഓപ്ഷൻ ഡി ഇന്റർഫെറൻസ്. ആൻസർ ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. പ്രകാശത്തിന്റെ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ സാധിക്കാത്ത പ്രകാശ പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. അടുത്ത ക്വസ്റ്റ്യൻ, നനഞ്ഞ കൈ വീശുമ്പോൾ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം. നനഞ്ഞ കൈ വീശുമ്പോൾ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം. ഓപ്ഷൻ എ ആർദ്രത, ഓപ്ഷൻ ബി ബാഷ്പീകരണം, ഓപ്ഷൻ സി ലീനതാപം, ഓപ്ഷൻ ഡി താപീയ വികാസം. ആൻസർ ഓപ്ഷൻ ബി ബാഷ്പീകരണം. നനഞ്ഞ കൈ വീശുമ്പോൾ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം ബാഷ്പീകരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജത്തിന്റെ CGS യൂണിറ്റ്. ഊർജത്തിന്റെ CGS യൂണിറ്റ്. ഓപ്ഷൻ എ ജൂള്, ഓപ്ഷൻ ബി എർഗ്, ഓപ്ഷൻ സി വാട്ട്, ഓപ്ഷൻ ഡി ഡൈൻ. ആൻസർ ഓപ്ഷൻ ബി എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ് ആണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പല്ലുകൾ കേടുവരാൻ കാരണമാകുന്ന ആസിഡ്. പല്ലുകൾ കേടുവരാൻ കാരണമാകുന്ന ആസിഡ്. ഓപ്ഷൻ എ ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ ബി സിട്രിക് ആസിഡ്, ഓപ്ഷൻ സി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ഡി ഫോമിക് ആസിഡ്. ആൻസർ ഓപ്ഷൻ എ ലാക്റ്റിക് ആസിഡ്. പല്ലുകൾ കേടുവരാൻ കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പല്ലുകൾ കേടുവരാൻ കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്